Hello all, welcome to Competitive Cracker. I'm Dr. Vidya Vijayan. Okay, അപ്പോൾ നമ്മൾ സെറ്റ് ഇംഗ്ലീഷിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് പലപ്പോഴും അറിയാം എന്നാൽ നമ്മൾ മിസ്റ്റേക്സ് ആയിട്ട് കമ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ റോങ് ഓപ്ഷനിലേക്ക് പോകുന്ന, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഒന്നും കൂടി പറയാണ്, നമുക്ക് എന്താണ് എക്സാം ഓൾറെഡി ഡേറ്റ് ഡിക്ലെയർ ചെയ്ത സ്ഥിതിക്ക് വി ഹാവ് ഓൺലി 75 days ടു പ്രിപ്പയർ അല്ലേ. അപ്പോൾ ആ 75 daysനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതായിരിക്കണം ഒരു സെറ്റ് ആസ്പിരൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അല്ലേ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ അതാണ്. സോ ഈ 75 days വളരെ കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ഫോളോ ചെയ്ത് കൃത്യമായ ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഗൈഡൻസോടുകൂടി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് PYQ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാം. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ടീം സെറ്റ് ഇംഗ്ലീഷിന് വേണ്ടി കംപ്ലീറ്റ്ലി റെഡിയാണ്. ഇഫ് യു ആർ റെഡി യു ക്യാൻ ജോയിൻ വിത്ത് അസ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ റിസൾട്ട് ഒന്നും കൂടി, സെറ്റ് ജാനുവരിയിലെ റിസൾട്ടാണ് നിങ്ങൾ കണ്ടല്ലോ. ഇംഗ്ലീഷും ക്വാളിഫൈ ചെയ്തവർ, എല്ലാ സബ്ജക്ട്സും ക്വാളിഫൈ ചെയ്തവരുണ്ട് നമുക്ക്. അപ്പോൾ അടുത്ത ഒരു ഫോട്ടോ എന്നുള്ളത് നിങ്ങളുടേതാവട്ടെ എന്നുള്ള ഒരു മെസ്സേജും കൂടി തരികയാണ്. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് ഈ പ്രാവശ്യത്തെ സെറ്റ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യേണ്ട നമ്പർ 9746455514. ഓക്കെ, അപ്പം നമ്മൾ അറിയാവുന്ന സിമ്പിൾ ടോപ്പിക് എന്നാൽ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ ചാൻസ് ഫോർ മിസ്റ്റേക്ക് അല്ലേ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ലിറ്റററി ക്രിറ്റിസിസം. ഓക്കെ, go through the first question. According to Aristotle, the most important element of tragedy. Aristotle, we know that Aristotle is the one who defines tragedy. Tragedy is an imitation of an action that is serious, complete, and of certain magnitude, embellished with some ornamentations and result in ഫൈനൽ കഥാസിസ് അല്ലേ, പ്രോപ്പർ പർഗേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻ. എക്സാക്ട് ഡെഫിനേഷൻ ഇതല്ല, എനിവേ ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ സമ്മറി പോലെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? According to Aristotle, the most important element, it has 6 elements there. Okay, the 6 elements of tragedy: plot, diction, thought, character, spectacle, and song. These are the 6 elements of tragedy. And which is the most important element of tragedy? Of course, the right answer is plot. Okay, plot is the most important element of tragedy. Clear? Okay, then let's move on to the next important point. Again, the term catharsis, it is associated with Aristotle, and catharsis in Aristotle primarily refers to option A, moral purification through religion; option B, emotional purgation of pity and fear; option C, intellectual enlightenment; option D, political correction. So catharsis means proper purgation of emotion alle, which evokes pity alle, evokes pity and fear. So the right answer is emotional purgation of pity and fear. So catharsis is an important term associated with Aristotle, and it means purgation, proper purgation of emotions, purification of emotions. Okay, then let's move on to the next question. Again, hamartia. Hamartia in Aristotelian tragedy means, hamartia is also a term and that plays a crucial role in defining tragedy in different ways. അപ്പം അതായത് the noble man or the noble hero should possess this hamartia, അല്ലെങ്കിൽ he always possesses that character flow in him അല്ലേ, അതാണ് that is known by the term hamartia. ഇനി ഇവിടെ ഞാനത് ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി,
tragic flaw or error in judgment. നമ്മളിപ്പോൾ if we analyze different heroes or different tragic heroes, we can find out the hamartia of their own. അല്ലേ? For example, Hamlet is suffering from procrastination, and then Othello is suspicious. അല്ലേ? And അതേപോലെ തന്നെ Macbeth, he is over ambitious, and even Faustus പറഞ്ഞാലും എന്താണ്, he is also over ambitious and arrogant. അപ്പോൾ ഇതുപോലുള്ള ട്രാജിക് ഫ്ലോസ് ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഹമേർഷ്യ എന്നുള്ള ടേമിലൂടെ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the recognition scene in tragedy is termed as, the recognition scene, option A peripetia, catharsis, anagnorisis, mimesis. ഇപ്പം നമ്മൾ കഥാസിസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, ആൻഡ് മിമിസിസ് ഇമിറ്റേഷൻ ആണെന്നും അറിയാം. ഇനി പെരിപ്പെറ്റിയ, അനഗ്നോറിസിസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള, എന്നാൽ വി നോ ദാറ്റ് റിക്കഗ്നിഷൻ എന്ന് പറയുമ്പം ദ ടേം ഈസ്, ദ കറക്റ്റ് ആൻസർ ഈസ് അനഗ്നോറിസിസ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് എന്താണോ ടെൻഷൻ വന്നിട്ട് ഈസ് ഇറ്റ് പെരിപ്പെറ്റിയ ഓർ അനഗ്നോറിസിസ്, ദ കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ ഈസ് ദെയർ അല്ലേ? അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റിമെമ്പർ റിക്കഗ്നിഷൻ, അനഗ്നോറിസിസ്. ഓക്കെ, റിക്കഗ്നിഷൻ മീൻസ് അനഗ്നോറിസിസ്. അപ്പോൾ ആ ടേം അങ്ങനെ നമ്മൾ പഠിക്കുക. Okay, ഇനി let's move on to our next question. Peripetia. Peripetia means, നമ്മളിപ്പോൾ പറഞ്ഞു അനഗ്നോറിസിസ് മീൻസ് റിക്കഗ്നിഷൻ, ദെൻ പെരിപ്പെറ്റിയ, അഗൈൻ ഈ രണ്ട് ടേംസ് ആണ് നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്നത്. സോ പെരിപ്പെറ്റിയ മീൻസ് ഓപ്ഷൻ എ മോറൽ ലെസൺ, ഓപ്ഷൻ ബി റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, ഓപ്ഷൻ സി കോമിക് റിലീഫ്, and option D fatal prophecy. So the right answer is reversal of fortune. Peripetia means the reversal of fortune. Clear? അപ്പം ഇതാണ് പെരിപ്പെറ്റിയ. അപ്പം നമ്മൾ ദ 6 എലമെന്റ്സ് ഓഫ് ട്രാജഡി മീറ്റ് ചെയ്തു, അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ഹമേർഷ്യ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതുപോലെ കഥാസിസ് എക്സ്പ്ലെയിൻ ചെയ്തു, പെരിപ്പെറ്റിയ, അനഗ്നോറിസിസ്, ഇങ്ങനെ 5 പോയിന്റ്സുകൾ നമ്മളിപ്പോൾ തറവായിട്ടുണ്ട് അല്ലേ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ. ഇനിയും ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്. ലെറ്റ്സ് മീറ്റ് അനദർ ക്വസ്റ്റ്യൻ. Which kind of plot does Aristotle criticize the most? Option A, unified plots. Option B, simple plots. Option C, episodic plots. And option D, complex plots. He always criticizes episodic plots. Okay, episodic plots is the right answer. അപ്പം അതും ക്ലിയർ ആയല്ലോ. അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫ്രം ലിറ്റററി ക്രിറ്റിസിസം ആണ്, ഏർലി ക്രിറ്റിസിസം. ഓക്കെ, ഇനി poetry is more philosophical and more serious than history. What does Aristotle mean here? Poetry is, അങ്ങനെയും ചോദിക്കാം, dash is more philosophical and more serious than history. So remember the answer is poetry. And what does Aristotle mean here? Option A, poetry is morally superior. Option B, poetry deals with universal truths. Option C, poetry is religious. And option D, history lacks artistic value. Which might be the right answer? Poetry deals with universal truths. അല്ലെ, പലരും ഗ്ലോറിഫൈ ചെയ്ത ഒരു കാറ്റഗറിയാണ് പോയട്രി എന്ന് പറയുന്നത്. അപ്പം പോയട്രിയെ ഡിഫെൻഡ് ചെയ്ത് സിഡ്നി എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഷെല്ലി എഴുതിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയമാണ് poetry. അപ്പോൾ റിമെമ്പർ, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ പോയട്രി ഡീൽസ് വിത്ത് യൂണിവേഴ്സൽ ട്രൂത്ത്സ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which element of tragedy is least artistic according to Aristotle? Once again, go through the important elements: plot, character, thought, diction, spectacle, song. These are the 6 elements of tragedy. And among them, which is least artistic? That is our question. Is it melody, spectacle, thought, and diction? So the right answer is option B, spectacle. Spectacle is the least artistic element according to Aristotle. Clear? Okay. Anyway, let's move on to our next question. Which is the soul of tragedy according to Aristotle?
ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് നമ്മൾ കണ്ടു, എന്താണ്? പ്ലോട്ട്. അപ്പം അത് തന്നെയാണോ ദ സോൾ ഓഫ് ട്രാജഡി? Go through the correct answer. Here comes plot. Exactly. So plot is the most important as well as the soul of tragedy. Okay. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലോട്ട്, ക്യാരക്ടർ, ഡിക്ഷൻ, തോട്ട്, സ്പെക്ടക്കിൾ, മ്യൂസിക് ഇതെല്ലാം വരുമ്പോൾ ഇതൊക്കെ നമുക്ക് റോങ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ പ്രൊവൈഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി which unity is explicitly emphasized by Aristotle? We know that there are 3 unities: unity of action, unity of place, unity of time. അല്ലേ? ഇത് മൂന്നും ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ്? which unity is explicitly emphasized by Aristotle? And that is option C, unity of action. Unity of action is the most important unity according to അരിസ്റ്റോട്ടിൽ. ഓക്കെ, ക്ലിയർ? അപ്പം അതും തെറ്റിക്കാനുള്ള സാധ്യതയുള്ളതാണ്. ടൈമിൽ പോകാം, പ്ലേസിൽ പോകാം, ബട്ട് റിമെമ്പർ ദ റൈറ്റ് ആൻസർ ഈസ് ആക്ഷൻ. ക്ലിയർ? ഓക്കെ. ദെൻ who introduced the distinction between imagination and fancy? അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ടേംസ് ആണ്, ഫാൻസി, ഇമാജിനേഷൻ, അല്ലേ? ആരാണ് ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇറ്റ് ഈസ് option A, William Wordsworth. Option B, Samuel Taylor Coleridge. Option C, Matthew Arnold. And option D, T.S. Eliot. Okay, so the right answer is Samuel Taylor Coleridge. He introduced the terms fancy and imagination. Clear? Okay, and we know that there are 2 types of imagination: primary imagination and secondary imagination, and he defines these terms as well as fancy also. For him, fancy is highly mechanical. Okay, then primary imagination is associated with poetic creation, memory, human perception, and decorative language. Which is the right answer? Primary imagination is associated with, everybody has primary imagination, so everybody enjoys it, alle? So the right answer is human perception. Human perception and how we view certain things. Okay, adana primary imagination. Ini secondary imagination endanannano adutha question. Let's examine. Dissolves, diffuses, dissipates in order to recreate refers to option A, fancy. Option B, primary imagination. Option C, secondary imagination. And option D, symbolism. ഏതാണ്? correct answer is secondary imagination, which is experienced by poets എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഇമാജിനേഷൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് സെക്കൻഡറി ഇമാജിനേഷൻ. ക്ലിയർ? അപ്പോൾ പ്രൈമറി ഇമാജിനേഷനായി സെക്കൻഡറി ഇമാജിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അക്കോർഡിംഗ് ടു കോളറിഡ്ജ്, fancy is, we know that fancy is highly mechanical. ഇനി അദ്ദേഹം എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്? Is it superior to imagination or is it equal to imagination? Is it a lower faculty than imagination? Pure inspiration. Which is the right answer? Most probably option C, അല്ലേ? എന്താണ്? ലോവർ ഫാക്കൽറ്റി ദാൻ ഇമാജിനേഷൻ. ഫാൻസി ഈസ് മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ലോവർ, ഇറ്റ് ഈസ് എ തിങ് ദാറ്റ് എക്സ്പീരിയൻസസ് ദാറ്റ് ഷെയർസ് എ ലോവർ സ്റ്റേറ്റസ്, അല്ലേ? ലോവർ ഡിഗ്നിറ്റി. സോ ഇറ്റ് ഈസ് എ ലോവർ ഫാക്കൽറ്റി ദാൻ ഇമാജിനേഷൻ. ക്ലിയർ? ഓക്കെ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി which faculty merely rearranges existing images? Which faculty merely rearranges existing images? Option A, secondary imagination. Option B, fancy. Option C, primary imagination. And option D, organic imagination. That is fancy. Rearranges existing images. മനസ്സിലായോ? അപ്പം അത് ഫാൻസിയെ പല തരത്തിലും നമ്മൾ ഡിഫൈൻ ചെയ്തു, അല്ലേ? മെക്കാനിക്കൽ ആണെന്ന് പറഞ്ഞു, അതുപോലെ ലോവർ ഫാക്കൽറ്റി ആണെന്ന് പറഞ്ഞു, പിന്നെ എന്താണ്? ഇറ്റ് മിയർലി റീഅറേഞ്ചസ് എക്സിസ്റ്റിംഗ് ഇമേജസ്. അപ്പോൾ ഈ 3 ഡെഫിനേഷനാണ് നമ്മൾ ഫാൻസിക്ക് അസൈൻ ചെയ്യുന്നത്. ഇനി പ്രൈമറി ഇമാജിനേഷൻ ഈസ്
Option A, voluntary. Option B, artistic. Option C, involuntary. And option D, mechanical. I told you, everyone experiences or everyone has that primary imagination. So that is involuntary. അല്ലേ? That is involuntary. ആരും ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നുമല്ല അല്ലേ? സോ പ്രൈമറി ഇമാജിനേഷൻ ഈസ് കോമൺ ടു മീൻസ് everybody has that imagination, that power of imagination. ഇനി Coleridge's theory of imagination appears in ഏത് വർക്കിലാണ് he introduces these concepts? അതാണ് The Defense of Poesy, Biographia Literaria, Preface to Lyrical Ballads, and The Sacred Wood. So it is nothing other than option B, Biographia Literaria. Biographia Literaria. Sorry. Okay. ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ളതും ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ക്രിറ്റിസിസം ടോപ്പിക്സ് ആണ്, എന്നാലും കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളോട് വീണ്ടും തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്താണ്, പഠിച്ചെങ്കിൽ മാത്രം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസും അല്ലേ? അപ്പം സെറ്റ് എന്ന് പറയുന്നത് അറിയാം, 6 യൂണിറ്റ്സ് ഉണ്ട്, ഓരോ യൂണിറ്റിലും 20 മൊഡ്യൂൾസും ഉണ്ട്. അപ്പം അറ്റ് ദ ഏർലിയസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി വി ക്യാൻ കവർ ദ എൻറ്റയർ ടോപ്പിക്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജോയിൻ immediately. Okay, if you are interested, you can join with us. അതുപോലെ തന്നെ എന്താണ്, കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ഗൈഡൻസ് കിട്ടും, ഓരോ ദിവസവും പഠിക്കേണ്ട പോർഷൻസ്, അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസ്, അതുപോലെ ലൈവ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സെറ്റ് ഇംഗ്ലീഷിൻ്റെ CC കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർക്ക് 9746455514 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.